നിർമ്മാണ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത നടൻ നിവിൻ പോളിയും സംവിധായകൻ എബ്രിഡ് ഷൈനും പണം തട്ടിയെന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നിവിൻ പോളി നായകനായ മഹാവീര്യർ എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് PS ഷംനാസാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ നിർമ്മാണ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്നും പിന്നീട് അക്കാര്യം മറച്ചുവെച്ച് ചിത്രത്തിന്റെ വിതരണാവകാശം മറ്റൊരാൾക്കു നൽകിയെന്നുമാണ് പരാതി. നിവിനും എബ്രിഡിനുമെതിരെ കേസെടുക്കാൻ തലയോലപ്പറമ്പ് പോലീസിന് വൈക്കം JFCM1 കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് 406, 420, 34 എന്നീ വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തത്. കേസിൽ നിവിൻ പോളി ഒന്നാം പ്രതിയും എബ്രിഡ് ഷൈൻ രണ്ടാം പ്രതിയുമാണ്. മഹാവീര്യർ പരാജയപ്പെട്ടപ്പോൾ നിവിൻ പോളി 95 ലക്ഷം രൂപ ഷംനാസിന് നൽകാമെന്നും എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ നിർമ്മാണ പങ്കാളിത്തം നൽകാമെന്നും ഉറപ്പു നൽകിയിരുന്നുവെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. തുടർന്ന് 2024 ഏപ്രിലിൽ സിനിമയുടെ നിർമ്മാണത്തിനായി 1.9 കോടി രൂപ കൈമാറിയെന്നും ഷംനാസ് പറയുന്നു. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് കത്തു നൽകിയ ശേഷം സിനിമയുടെ ടൈറ്റിൽ എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിന്ന് PS ഷംനാസിന്റെ മൂവി മേക്കേഴ്സ് ബാനറിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിന്റെ ഷൂട്ടിംഗ് 2024 ഏപ്രിൽ 15 തുടങ്ങിയിരുന്നു. കേരളത്തിന് പുറത്താണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യക്ക് വെളിയിൽ 2 ദിവസം ഷൂട്ട് ചെയ്തു. ബാക്കി കേരളത്തിന് വെളിയിൽ ബംഗാളിലുമായിട്ടാണ് ഇതിൻ്റെ ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞ ബഡ്ജറ്റിലും അധികം തുക ചിലവായതിനെ തുടർന്ന് സംവിധായകനുമായി തർക്കം ഉണ്ടാകുകയും അതേ തുടർന്ന് അദ്ദേഹം പെട്ടെന്ന് ഷൂട്ടിംഗ് നിർത്തിവെക്കുവാനുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അറിയുന്നത് എൻ്റെ പേരിലിടുന്ന ഈ സിനിമ ഇതിൻ്റെ വിദേശ വിതരണാവകാശം പോളി ജൂനിയർ പിക്ചേഴ്സിൻ്റെ പേരിൽ ദുബായിലുള്ള ഒരു കമ്പനിയുമായി കരാർ ഏർപ്പെട്ട് അവർക്ക് ചെന്നൈയിലും AP ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്, അവരുമായി ഒരു കരാർ ഏർപ്പെട്ട് 5 കോടി രൂപയ്ക്ക് ഇതിൻ്റെ റൈറ്റ്സ് വിറ്റു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. 2 കോടി രൂപയോളം അഡ്വാൻസ് ആയിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേരിലിരിക്കുന്ന ഒരു സിനിമ ഞാനറിയാതെ അതിൻ്റെ വിദേശ വിതരണാവകാശം മറ്റൊരു മൂന്നാം കക്ഷിക്ക് കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ പരാതി. ഇത് വിശ്വാസവഞ്ചനയും ചതിയുമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഞാൻ പോലീസിലും അതുപോലെ കോടതിയിലും പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനിടെ സിനിമയുടെ ബജറ്റ് സംബന്ധിച്ച് ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് ഷംനാസുമായുള്ള കരാർ മറച്ചുവെച്ച് ദുബായിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്ക് സിനിമയുടെ വിതരണാവകാശം കൈമാറുകയായിരുന്നു. നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയേഴ്സിനാണ് സിനിമയിൽ അവകാശമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇതെന്ന് ഷംനാസ് പറയുന്നു. ദുബായിലെ കമ്പനിക്ക് 5 കോടി രൂപയ്ക്ക് ഓവർസീസ് വിതരണാവകാശം നൽകിയെന്നും ഇതിൽ 2 കോടി രൂപ അഡ്വാൻസായി വാങ്ങിയെന്നും പരാതിയിലുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.